Hello friends, welcome to Just Creative Wheel. ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പാണ്. സാധാരണ അരി കുതിർത്തിയിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കാറ്. എന്നാൽ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അരി കുതിർത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു അച്ചപ്പം കൂടിയാണിത്. അപ്പം നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1.5 ടീസ്പൂൺ എള്ളെടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് 1/2 കിലോ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി വെച്ച് ചെയ്യരുത്, അത് ശരിയാവത്തില്ല. പിന്നെ വേണ്ടത് 2 കപ്പ് ഒന്നാം പാലാണ്. നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ട, 1 നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലെ കുറച്ച് കുഴിയുള്ളൊരു പാത്രം വേണം എടുക്കാനായിട്ട്. അതിനകത്തോട്ട് ആദ്യമേ തന്നെ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയും കൂടി ഇടണം. എന്നിട്ടിത് തരിയില്ലാത്ത രീതിയിൽ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അച്ചപ്പത്തിൽ ഒരുപാട് മധുരം വേണ്ടവരാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഉണ്ടാക്കുന്നതിനകത്ത് നോർമൽ മധുരേ കാണത്തുള്ളൂ, ഒരുപാട് മധുരം ഉണ്ടായിരിക്കത്തില്ല. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു ചേരുന്ന രീതിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ടോട്ടൽ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അലിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം പഞ്ചസാരയെല്ലാം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് കിട്ടും. ഇപ്പം നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. 1 നുള്ള് ഉപ്പായാലും മതി. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഉപ്പും കൂടെ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത തരിയില്ലാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി വെച്ച് ചെയ്യരുത്, അതത്ര ശരിയാവത്തില്ല. നമ്മളിപ്പം തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ബാക്കിയുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ആദ്യമേ തന്നെ പൊടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് സ്പൂൺ വെച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൈ വെച്ച് ഇളക്കിയാലും മതി. എന്നിട്ട് നമ്മൾക്ക് നോക്കിയിട്ട് തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ പകുതി പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കി പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ എന്തായാലും മുഴുവനായിട്ട് വേണ്ടി വരും. എന്നാലും ഓരോ പൊടിക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് ആദ്യമേ തന്നെ മുഴുവനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ആദ്യമേ തന്നെ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം പൊടിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചാൽ മതി. അപ്പം തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചിട്ട് പാകം നോക്കണം. ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനെടുത്ത അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് വെള്ളം കൂടെ വേണം. കുറച്ച് തിക്കായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ അയഞ്ഞ രൂപത്തിലാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് ആ രീതിയിലാവാനായിട്ടാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. 1.5 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകത്തിലായിരിക്കും നമ്മൾക്ക് അച്ചപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഒരുപാട് തിക്കാവരുത്, കുറച്ച് ലൂസായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഇനി നമ്മൾക്കിത് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പം ഏതാണ്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെക്കുകയാണ്. അച്ചപ്പം വറുത്തെടുക്കാനായിട്ട് നമ്മൾക്ക് കുറച്ച് പരന്ന പാത്രമായിരിക്കും നല്ലത്. അപ്പോഴാണ് നമ്മൾക്ക് കുറച്ചധികം അച്ചപ്പം ഒരുമിച്ചിടാൻ പറ്റുക. കുഴിഞ്ഞ പാത്രമാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യമേ തന്നെ അച്ചപ്പത്തിൻ്റെ അച്ച് നല്ലപോലെ മുക്കി വയ്ക്കുക. ചൂടായ എണ്ണയിൽ കുറച്ചധികം നേരം ഇത് ആദ്യമേ തന്നെ മുക്കി വയ്ക്കണം. ഞാനിവിടെ സ്റ്റീലിൻ്റെ അച്ചല്ല എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ അച്ച എടുക്കുന്നവരാണെങ്കിൽ അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ തേച്ച് കുറച്ച് നേരം വെയിലത്ത് വെച്ചതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അച്ചപ്പം എല്ലാം ഒട്ടിപ്പിടിക്കും. ഇതുപോലെ ഓടിൻ്റെ അച്ചാണെങ്കിൽ പെട്ടെന്ന് ഇത് വിട്ട് കിട്ടുകയും ചെയ്യും, തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ചൂടായ എണ്ണയ്ക്കകത്ത് അച്ചപ്പത്തിൻ്റെ അച്ച് കുറച്ച് നേരം വെക്കുക. എന്നിട്ടിത് അച്ചപ്പത്തിൻ്റെ മാവിനകത്തോട്ട്
മുക്കാൽ ഭാഗത്തോളം മുക്കിക്കൊടുക്കുക. മുഴുവനായിട്ട് മുക്കരുത്, പിന്നെ അച്ചപ്പം വിട്ട് കിട്ടത്തില്ല. ഇതേപോലെ മുക്കാൽ ഭാഗം മുക്കിക്കൊടുക്കുക. എന്നിട്ടിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ പ്രാവശ്യം അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾക്ക് ഈ അച്ചപ്പത്തിൻ്റെ അച്ച് ഈ മാവിനകത്തോട്ട് മുക്കാനായിട്ട്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാലും അച്ചപ്പത്തിൻ്റെ അച്ച് ഇതേപോലെ എണ്ണയിൽ കുറച്ചു നേരം വെക്കുക. എന്നിട്ട് വേണം നമ്മൾ മാവിനകത്തോട്ട് മുക്കാനായിട്ട്. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ പരന്ന പാത്രം ആയതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് അച്ചപ്പം ഒരുമിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനിയൊരു കാര്യമുള്ളത്, നമ്മൾ അച്ചപ്പം ഇട്ട് കൊടുക്കുമ്പം തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. അതിനുശേഷം തീ ഒന്നും കൂടെ ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും അച്ചപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഇട്ട അച്ചപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റിയെടുക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ച് ചൂടായ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക. അത് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ അരി വെള്ളത്തിലിട്ട് അരച്ച് ഉണ്ടാക്കുന്ന അച്ചപ്പത്തിനേക്കാളും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു അച്ചപ്പാണിത്. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരളവ് മാവിൽ ഞാനെടുത്ത അച്ചപ്പത്തിൻ്റെ അച്ച് വെച്ച് 70 അച്ചപ്പാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്